രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഈ ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ശരീരം ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രമേഹം. 4 ടൈപ്പ് ഡയബറ്റീസ് ആണുള്ളത്. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ബീറ്റ സെൽസ് അഥവാ ബീറ്റ കോശങ്ങൾ തകരാറാവുന്നത് മൂലം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. യൂഷ്വലി കുട്ടികളിലും യങ് ജനറേഷൻ ആളുകളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ തകരാറ് മൂലം കാണപ്പെടുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇന്ന് നമ്മുടെ നാട്ടിൽ 90% ഡയബറ്റിക് ആളുകളിലും കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 3. ഗർഭകാല പ്രമേഹത്തെയാണ് ടൈപ്പ് 4 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഗർഭകാല സമയത്ത് മാത്രം കാണപ്പെടുന്ന ഡയബറ്റീസ് ആണിത്. യൂഷ്വലി പ്രസവം കഴിഞ്ഞ് ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഡയബറ്റീസ് മാറുന്നതുമാണ്. ഇന്ന് പ്രമേഹത്തെ ഒരു സാധാരണ രോഗമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങൾ ലൈക്ക് സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസസ്, റീനൽ ഡിസീസസ്, സ്കിൻ ഡിസോർഡേഴ്സ്, പെറിഫറൽ ന്യൂറോപ്പതി, പെറിഫറൽ ആർട്ടറി ഡിസീസസ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡെത്ത് ഓൾസോ. ഇന്ന് ഒരു ഫിസിയോതെറപ്പി ക്ലിനിക്കിൽ വരുന്ന 80% രോഗികളും ഒന്നില്ലെങ്കിൽ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ദേ ആർ അറ്റ് ദ റിസ്ക് ഫോർ ഡയബറ്റീസ്, അതായത് ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകളിൽ എങ്ങനെയാണ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രോപ്പർ സ്ക്രീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സം പീപ്പിൾ ആർ അറ്റ് റിസ്ക് ഫോർ ഡയബറ്റീസ്. എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഏജ്, സെക്സ്, സോഷ്യോ എക്കണോമിക് പൊസിഷൻ, ജനറ്റിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ലോ ബർത്ത് വെയ്റ്റ്, ഇതെല്ലാമാണ്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, പുവർ ന്യൂട്രീഷൻ, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി എന്നിവ. അതുപോലെ തന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള രോഗികളിൽ കാണപ്പെടാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ്, അതായത് സ്ട്രോക്ക്, പെറിഫറൽ ന്യൂറോപ്പതി, ഹൃദ്രോഗം എന്നിവയെല്ലാം. ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ആദ്യത്തെ കടമ. രണ്ടാമതായി പ്രിവെൻഷൻ. ഡയബറ്റിക് വരുവാൻ സാധ്യതയുള്ള രോഗികളിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ പ്രോപ്പർ ഫിസിക്കൽ ആക്ടിവിറ്റി ഗൈഡൻസിലൂടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി ട്രീറ്റ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള രോഗികളിൽ കാണപ്പെടുന്ന കോംപ്ലിക്കേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇത്തരം രോഗികളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് രാജ്യത്തെ പല ഡയബറ്റിക് ക്ലിനിക്കുകളിലും ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ഫ്രണ്ട് ലൈൻ ഡയബറ്റിക് എഡ്യൂക്കേറ്ററായി വർക്ക് ചെയ്യുന്നത്. ഓർക്കുക, പ്രമേഹം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് മൂലം പല കോംപ്ലിക്കേഷൻസും അതുമൂലമുണ്ടാകുന്ന അനുബന്ധ രോഗങ്ങളും തടയാൻ സാധിക്കും.